കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബിലയുടെ കൊലപാതകം ആസൂത്രിതമെന്ന സൂചന. ഭർത്താവായ പ്രതി യാസിർ എത്തിയത് ബാഗിൽ കത്തിയുമായെന്ന് ദൃക്സാക്ഷി 24നോട് പറഞ്ഞു. അതേസമയം യാസിറിനെതിരെ ഷിബില നൽകിയ പരാതി പോലീസ് അവഗണിച്ചെന്നാണ് ഉയരുന്ന ആരോപണം. യാസിറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പ്രതിയുമായുള്ള തെളിവെടുപ്പിനിടെ കാറിൽ നിന്ന് ബാഗും കത്തിയും കണ്ടെത്തി. ഭർത്താവായ യാസിറിന്റെ ശല്യം സഹിക്കാൻ കഴിയാതെയാണ് ഷിബില ഈങ്ങാപ്പുഴ കക്കാടുള്ള സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയത്. കയ്യിൽ കരുതിയ പുതിയ കത്തിയുമായി ഇന്നലെ വൈകിട്ടോടെ യാസിർ ഈ വീട്ടിലേക്കെത്തി. നോമ്പ് തുറക്കുകയായിരുന്ന ഷിബിലയെയും മാതാപിതാക്കളെയും കുത്തിവീഴ്ത്തി. തടയാൻ ശ്രമിച്ചവരെയും യാസിർ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് ദൃക്സാക്ഷിയായ നാസർ 24നോട് പറഞ്ഞു. ഒരു ടെറർ മൈൻഡിലാണ് പുള്ളി വന്നത്. ഭയങ്കര കത്തിയൊക്കെ വീശി പിന്നെ വീശിയാണ് നടന്നു പോകണം. അതെ, നമ്മളെ നേരെ അറ്റാക്ക് വന്നപ്പോൾ പെട്ടെന്ന് കിട്ടിയത് ഈ സൈക്കിൾ സൈഡിലായിരുന്നു. ആ സൈക്കിൾ എടുത്തിട്ട് വീശിയതായിരുന്നു. പുതുപ്പാടിയിൽ ലഹരിക്കടിമപ്പെട്ട് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ആഷിഖുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ ഷിബില ആവശ്യപ്പെട്ടത് യാസിറിനെ പ്രകോപിതനാക്കിയിരുന്നു. ലഹരിക്കടിമയായ യാസിർ നിരന്തരം ശല്യപ്പെടുത്തുന്നുവെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം 28-നാണ് ഷിബില താമരശ്ശേരി പോലീസിന് പരാതി നൽകിയത്. യാസിറിനെ പോലീസ് ഉപദേശിച്ചു വിട്ടെങ്കിലും കൂടുതൽ നടപടിയെടുത്തില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ഷിബില ഇന്നലെ രാത്രി തന്നെ മരിച്ചു. ആക്രമണത്തിന് ശേഷം കാറുമായി കടന്നുകളഞ്ഞ യാസിറിനെ മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ചാണ് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചത്. ഷിബിലയെ കുത്താൻ ഉപയോഗിച്ച കത്തിയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. അതേസമയം ആക്രമണ സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. യാസിറിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ മാസം ഷിബില പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ലഹരിക്കടിമയായ യാസിറിനെതിരെ കൃത്യമായ നടപടി പോലീസ് സ്വീകരിച്ചോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് 24.